ജീവിതത്തിൽ മനുഷ്യൻ എന്നത് ഒരു യാത്രക്കാരനാണ്. ചുരുങ്ങിയ കാലയളവുകൾ മാത്രം ജീവിക്കാനുള്ള ഒരു സങ്കേതമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ദുനിയാവ് എന്ന് പറയുന്നത്. പ്രധാനമായും 5 ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ സഞ്ചരിച്ച് കടന്നു പോകുന്നത്. 5 മേഖലകളിലൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 5 മേഖലകളിലൂടെ കടന്നു പോകാതെ ഒരു മനുഷ്യ ജീവിതവുമില്ല. ഏതാണ് ആ 5 ഘട്ടങ്ങൾ? ഏതാണ് ആ 5 മേഖലകൾ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകം, റൂഹുകൾ സമ്മേളിച്ച ആത്മാക്കളുടെ ലോകം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഏതെല്ലാം ജീവനുള്ള വസ്തുക്കൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരാനുണ്ടോ ആ റൂഹുകളെല്ലാം സമ്മേളിച്ച ലോകമാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ആലമുൽ അർവാഹിൽ പങ്കെടുത്തവരാണ്, പരസ്പരം കണ്ടവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയത്. ആലമുൽ അർവാഹിന് ശേഷമുള്ള ജീവിതമാണ് ആലമുൽ അർഹാം, റഹ്മത്തിന്റെ ലോകം എന്ന് പറയുന്നത്. റഹ്മത്തിന്റെ ലോകമായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഉമ്മയുടെ ഗർഭാശയമാണ് റഹ്മത്തിന്റെ ലോകം എന്ന് പറയുന്നത്. 9 മാസക്കാലം അല്ലെങ്കിൽ 10 മാസക്കാലം ഞാനും നിങ്ങളുമൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നവരാണ്. അവിടുത്തെ അവസ്ഥാവിശേഷങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. ആലമുൽ അർഹാമിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് നമ്മുടെ പിതാവിന്റെ മുതുകിലേക്ക് ഒരു ഇന്ദ്രിയ തുള്ളിയായി കടന്നു വരിക. അതാണ് നമ്മുടെ ആലമുൽ അർവാഹിൽ നിന്നും ആലമുൽ അർഹാമിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്. ആലമുൽ അർഹാമിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാപ്പയുടെ മുതുകിൽ നിന്നും ഒരു ബീജത്തുള്ളിയായി നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഞാനും നിങ്ങളും സഞ്ചരിച്ചു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ ഇടപെടലുകളിലൂടെ 3 മാസമായി, 4 മാസമായി, 5 മാസമായി, 7 മാസമായി, 9 മാസമായി ഒരു ചലിക്കുന്ന കുഞ്ഞായി ഗർഭാശയത്തിന്റെ ഭിത്തികളിലൂടെ നമ്മൾ സഞ്ചരിച്ചവരാണ്. അങ്ങനെ നമ്മൾ ആലമുൽ അർഹാമിൽ ജീവിച്ചവരാണ്. ആലമുൽ അർഹാം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ അടുത്ത ലോകം എന്ന് പറയുന്നത് ആലമുദ് ദുനിയ, ദുനിയാവെന്ന് പറയുന്ന ലോകമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു നിറക്കപ്പെട്ട ദുനിയാവാകുന്ന ലോകത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. നമ്മളോടൊപ്പം സഞ്ചരിച്ച പലരും ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് മരണപ്പെട്ടു പോയി, ദുനിയാവ് കാണാത്തവരാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞാനും നിങ്ങളും ദുനിയാവിലേക്ക് കടന്നു വന്നവരാണ്. ആ ദുനിയാവിന്റെ കവാടമാണ് നമ്മുടെ ഉമ്മ പ്രസവിക്കുക എന്നത്. ഉമ്മ പ്രസവിച്ചപ്പോൾ ആ പ്രസവത്തിലൂടെ ഒരു ചോരക്കുഞ്ഞായി ഞാനും നിങ്ങളും ഭൂമി ലോകത്തേക്ക് കടന്നു വന്നു. ഇനി നമ്മളെ കാത്തിരിക്കുന്ന 2 ലോകം, 2 ഘട്ടം കൂടിയുണ്ട്. ആ ഘട്ടങ്ങൾ കൂടി നമ്മൾ എത്തിപ്പെടേണ്ടവരാണ്. നമ്മൾ അതിന്റെ അവസ്ഥാവിശേഷങ്ങൾ തിരിച്ചറിയേണ്ടവരാണ്. ദുനിയാവിന് ശേഷമുള്ള ലോകമേതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3ാമത്തെ ലോകം കഴിഞ്ഞ് 4ാമത്തെ ലോകമായി അല്ലാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് ആലമുദ് ദുനിയ, ദുനിയാവിന്റെ ലോകമാണ്. ദുനിയാവിന്റെ ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടവരാണ്. ആ ദുനിയാവിന്റെ ലോകം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആലമുൽ ബർസഖ്,
ഖബറെന്ന് പറയുന്ന ഭവനമാണ്, ഖബറെന്ന് പറയുന്ന ലോകമാണ്. അതിന്റെ കവാടമായി അള്ളാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ? അൽ മൗത്ത്, മരണമാണ്. ഒരു മനുഷ്യന് മരണം സംഭവിക്കുമ്പോഴാണ് അവന് ബർസഖ് എന്ന് പറയുന്ന ഖബറിന്റെ ഏകാന്തതയിലേക്ക് ആ മനുഷ്യനെ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം നന്നാക്കൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കാൻ, നമ്മുടെ മരണം നന്നായില്ലെങ്കിൽ, ഞാനും നിങ്ങൾ മരിക്കുമ്പോൾ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ ഖബറാകുന്ന ലോകമുണ്ടല്ലോ, അത് ഭയാനകതയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കാനുള്ളവരാണ്, മരിക്കുമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. വിശുദ്ധമായ ഖുർആൻ എന്നോടും നിങ്ങളോടുമായി പറഞ്ഞ വാചകം എന്താണ്? മരണത്തെ മറന്നുപോയ ഉപ്പാ, മരണത്തെ മറന്നുപോയ പെങ്ങളെ, വിശുദ്ധമായ ഖുർആൻ എന്നോടും നിങ്ങളോടുമായി പറഞ്ഞതെന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണമെന്ന് പറയുന്ന രുചിയുണ്ടല്ലോ, എല്ലാത്തിനും രുചിയുണ്ട്, മരണത്തിനും ഒരു രുചിയുണ്ട്. ആ മരണത്തിന്റെ രുചിയെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ടവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മരണത്തെ നിങ്ങൾ രുചിച്ചറിയും. മരണത്തിനൊരു രുചിയുണ്ട്. അത് എല്ലാ ശരീരങ്ങളും ജീവനുള്ള ശ്വാസോച്ഛ്വാസമെടുക്കുന്ന ആണും പെണ്ണും മരണത്തിന്റെ രുചി തിരിച്ചറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, സഹാബ, നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും സന്തോഷത്തിലുമെല്ലാം നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുന്നവരാകണം, മരണത്തെ നിങ്ങൾ ഓർക്കുന്നവരാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ദുനിയാവിന്റെ എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, ദുനിയാവിന്റെ എല്ലാ ആർഭാടങ്ങളും നിന്നു പോകുന്ന മരണമെന്ന് പറയുന്ന പ്രതിഭാസം, അതിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ മരണത്തെ ധാരാളം ഓർക്കണം. ദുനിയാവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ലയിപ്പിച്ചു കളയരുത്. ദുനിയാവിന് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ദുനിയാവെന്ന് പറയുന്നത് കേവലം ഒരു നിശ്ചിത കാലം മാത്രം ജീവിക്കാനുള്ള ഉപാധി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ദുനിയാവിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കരുത്. ദുനിയാവിന് വേണ്ടി മാത്രം നിങ്ങൾ ജീവിതത്തെ മാറ്റിവെക്കരുതെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഈ വാചകം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹുവൻ വലഇബൻ. ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കേവലം തമാശയുടെ ലോകമാണ്, അത് കളിയുടെ ലോകമാണ്. അതുകൊണ്ട് ദുനിയാവിനെ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആൻ. ദുനിയാവിനെ നിങ്ങൾ വല്ലാതെ സ്നേഹിച്ചാൽ ആ ദുനിയാവ് നിങ്ങളെ ചതിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ തള്ളിക്കളയല്ലേ. ഏത് സമയവും നിങ്ങളിലേക്ക് മരണം കടന്നു വരാ. മരണത്തിന് ഇന്ന പ്രായമെന്നില്ല, ഇന്ന വയസ്സെന്നില്ല. ഏത് സമയവും നിങ്ങളിലേക്ക് മരണം കടന്നു വരാ. ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ഭാര്യയോട് സലാം പറഞ്ഞു, എന്റെ ഉമ്മയോട് സലാം പറഞ്ഞു. ഈ തൃശ്ശൂർ ഈ പരിപാടി കഴിഞ്ഞ് കാണാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങി. ഞാൻ വരുന്ന
വരുന്നതും കാത്തന്റെ പുന്നാര മകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം എന്റെ മരണമാണെങ്കിൽ ഞാൻ മയ്യിത്തായിട്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ ജീവിതങ്ങളെ നിങ്ങൾ തൊലച്ചു കളയാൻ പാടില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാനികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അറിഞ്ഞവരല്ലേ, കണ്ടവരല്ലേ? ഈ ഇടയ്ക്ക് തന്നെ ഒരു പ്രശസ്തനായ സിനിമാ താരം നവാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും അദ്ദേഹവുമായി ബന്ധമുള്ളവരെയും എല്ലാം വേദനിപ്പിക്കുന്ന നിമിഷമായിരുന്നു. അദ്ദേഹം തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ, ഏതു മേഖലയോ ആകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയി വീട്ടിൽ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിലേക്ക് കടന്നു വന്നത് മരണത്തിന്റെ മാലാഖ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരന് പരിപൂർണമായി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞത് 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്ന സഹോദരനായിരുന്നു. ഉസ്താദുമാരൊക്കെ ആയി നല്ല സ്നേഹബന്ധമുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവാണ് ഒരു മനുഷ്യന്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ സഹോദരന് പരിപൂർണമായും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഞാനും നിങ്ങളും മരിക്കുമെന്ന ചിന്ത. എന്താ മരണം? ആ മരണത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് വേദനകളും പ്രയാസങ്ങളും നമ്മൾ സഹിച്ചവരാണ്. മരണത്തിന്റെ വേദന എന്താ, മരണത്തിന്റെ അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്രയോ മയ്യത്തുകളെ കാണാൻ പോയവരാ. നമ്മുടെ കുടുംബത്തിൽ നിന്നും എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. എത്രയോ മയ്യത്തുകളുടെ മുന്നിൽ ചെന്ന് നമ്മൾ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയവരാണ്. ആ മയ്യത്തിന്റെ വേദന എന്താണ്? ആ മയ്യത്തിന്റെ പ്രയാസം എന്താണ്? ഒരിക്കൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ്. ഒരുപാട് അമാനുഷികതയുള്ള വിശുദ്ധമായ ഖുർആനിൽ ഉമ്മയും മകനെയും അല്ലാഹു ധാരാളം പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ പേര് വെച്ച് തന്നെ ഒരു സൂറത്ത് വിശുദ്ധമായ ഖുർആനിലുണ്ട്. മഹാനായ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരുപാട് മുഅ്ജിസത്തുകൾ കാണിച്ച പ്രവാചകൻ. വെള്ളപ്പാണ്ടുള്ളവരെ തടകിക്കഴിഞ്ഞാൽ ആ അസുഖം അല്ലാഹുവിന്റെ തീരുമാനം കൊണ്ട് ആ അസുഖം മാറി. ആ അസുഖം മാറ്റിയ പ്രവാചകൻ. ഒരു മയ്യത്തിനെ കൊണ്ടുവന്ന് കുംബി ഇതിനില്ല, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി എഴുന്നേൽക്കെന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് എഴുന്നേറ്റ സന്ദർഭങ്ങൾ തന്റെ ശിഷ്യന്മാർക്കും തന്റെ സമൂഹത്തിനും കാണിച്ചു കൊടുത്ത പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ ചില ആളുകൾ പ്രവാചകനായ ഈസാ നബിയുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈസാ നബിയെ, അങ്ങ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന പ്രവാചകനല്ലേ, ഞങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. ഈസാ നബി ചോദിച്ചു, എന്താ നിങ്ങൾ ചോദിക്കുന്ന ദൃഷ്ടാന്തം എന്താണ്? അവിടുന്ന് പറഞ്ഞു, താങ്കൾ മരിച്ചയാളെ ഉടനെ ജീവിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഖബറിൽ പ്രവേശിപ്പിച്ച് മണ്ണും എല്ലുമായി ചേർന്ന് പോയി മയ്യത്തിനെ ജീവിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതൊന്ന് കാണിച്ചു തരണമെന്ന് ഈസാ നബിയോട് അവിടുത്തെ സമൂഹം പറഞ്ഞപ്പോൾ ഈസാ നബി പറഞ്ഞു, നിങ്ങൾ ഒരു ഖബർ കാണിച്ചതാ. വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ഖബർ നിങ്ങൾ കാണിച്ചതാ. ഈസാ നബിയുടെ സമൂഹം അദ്ദേഹവുമായി 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു മയ്യത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ, ആ കാണുന്ന മയ്യത്ത് 1000 വർഷം കഴിഞ്ഞ മയ്യത്താണ്. ആ മയ്യത്തിനെ ഒന്ന് ജീവിപ്പിച്ചിട്ട് ഞങ്ങളുമായി ഒന്ന് സംസാരിപ്പിക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സമൂഹം ചോദിച്ച ദൃഷ്ടാന്തം കാണിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്.
അല്ലാഹുവേ ഈസാ നബി രണ്ട് കരങ്ങൾ ഉയർത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി അല്ലാഹുവേ എന്റെ സമൂഹം എന്നെ കൊണ്ട് വിശ്വസിക്കാൻ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നു അല്ലാ, അതുകൊണ്ട് ആ മയ്യത്തിനെ നീ ജീവിപ്പിക്കണേ അല്ലാ. അവിടുന്ന് ഈസാ നബി ആ മയ്യത്തിനോട് പറയുകയാണ്, കുമ്പി ഇതിനില്ല, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി നിന്റെ ഖബറിൽ നിന്നൊന്ന് എഴുന്നേൽക്കാൻ ആ മയ്യത്തിനോട് ഈസാ നബി പറയുകയാ. സുബ്ഹാനല്ലാഹ്, ആ ഖബറിൽ നിന്ന് ആ മയ്യത്തങ്ങ് എഴുന്നേൽക്കുകയാ. ഈസാ നബിയോട് ആ മയ്യത്തുണ്ടല്ലോ ഒരു ചലിക്കുന്ന മനുഷ്യനായി എല്ലും മണ്ണുമായി ചേർന്ന് പോയ ആ മയ്യത്തുണ്ടല്ലോ, ഈസാ നബി അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് ഈസാ നബിയോട് ചോദിക്കുന്നു, യാ ഈസാ, അല്ലയോ പ്രവാചകരെ, എന്നെ ആരാണ് വിളിച്ചത്? അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് പോവാൻ സമയമായോ? ലോകം അവസാനിച്ചിട്ടുണ്ടോ എന്ന് ഈസാ നബിയോട് ആ മയ്യത്ത് ചോദിച്ചപ്പോൾ ഈസാ നബി പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനായ റൂഹുള്ളയായ ഈസാ നബിയാ. എന്റെ സമൂഹം ഒരു ദൃഷ്ടാന്തം ചോദിച്ചപ്പോ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥന തേടി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിന്നിലേക്ക് നിന്റെ ആത്മാവ് തിരികെ വന്നത്. അതുകൊണ്ട് എന്റെ സമൂഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം, എന്റെ സമൂഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം, നീ അനുഭവിച്ച മരണത്തിന്റെ വേദന എന്താ, നീ അനുഭവിച്ച മരണത്തിന്റെ വേദന എന്തെന്ന് എന്റെ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, മരണത്തെ മറന്നുപോയ പെങ്ങള് അവിടുന്ന് ആ മയ്യത്ത് പറയുന്നല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖബറിന്റെ വേദനകൾ ഒരു മനുഷ്യന് സഹിക്കാം, ഖബറിന്റെ ഞെരുക്കം ഒരു മനുഷ്യന് സഹിക്കാം, എന്നാലും മരണവേദനയുണ്ടല്ലോ. 1000 വർഷമായി ഞാൻ എന്റെ ആത്മാവെന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുപോയേ, ആ മരണ സമയത്തുള്ള വേദനയുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകരെ, വല്ലാത്ത വേദനയാ. ആ വേദന ഇന്നും എന്റെ ശരീരത്തിലുണ്ട്, ഇന്നും എന്റെ എല്ലുകൾക്കുണ്ട്, ഇന്നും എന്റെ മാംസത്തിനുണ്ടെന്ന് ആ മയ്യത്ത് പറയുകയാ. അതുകൊണ്ട് മരണത്തെ നിങ്ങളെ നിസാരമാക്കല്ല ഉപ്പാ. ഏത് സമയവും നിങ്ങളിലേക്ക് മരണം കടന്നു വരാ. ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നവരാകണേ. അല്ലാഹുവിന്റെ പ്രവാചകന മരണസമയത്തെ കുറിച്ച് അവിടുത്തെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തതെന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ, അത് ആണാകട്ടെ അത് പെണ്ണാകട്ടെ, ഇന്ന് ചിരട്ടക്കുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നാളെ ആരാണ് മയ്യത്തെന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ മയ്യത്ത് മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ സമയത്തുള്ള അവസ്ഥകൾ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാ, സഹാബാ, ഒരു മനുഷ്യനിലേക്ക് അസ്റായീൽ കടന്നു വന്നാൽ, ഒരു മനുഷ്യനിലേക്ക് അസ്റായീൽ കടന്നു വന്നാൽ, ഇദാ കാന ബിനു ആദം ഫീ സിയാഖിൽ മൗത്ത്, ആദമിന്റെ മക്കളായ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, നമ്മളിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ കടന്നു വന്നാൽ, ബഅസല്ലാഹു, അല്ലാഹു നമ്മളിലേക്ക് നിയോഗിക്കുകയാണ്, ഹംസത്തും മിനൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാരിൽ നിന്ന് 5 മലക്കുകൾ നമ്മുടെ മുന്നിൽ ഹാജരാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 മലക്കുകൾ നമ്മുടെ മുന്നിൽ ഹാജരാകും, എന്നിട്ടല്ലാതെ ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിയുകയില്ല. 5 മലക്കുകൾ നമ്മുടെ മുന്നിൽ ഹാജരാകും. ആ 5 മലക്കുകൾക്കും 5 ജോലികളാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു മനുഷ്യന്റെ റൂഹ് പോകുന്ന അവസാന നിമിഷമുണ്ടല്ലോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയഅതീഹി വറൂഹു ഫിൽ ഹുൽഖൂം
ഫയുനാദിഹി യബ്ന ആദം ഐന ബദനകൽ ഖവിയ വമാ അദ്അഫഹുൽ യൗം. ഒന്നാമത്തെ മലക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ ഒന്നാമത്തെ മലക്ക് കടന്നു വരികയാണ്. ആ മലക്ക് വന്നിട്ട് ചോദിക്കുന്നു, യബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതിയെ, അല്ലയോ ആദമിനിന്റെ മകനെ, ഐന ബദുനുകൽ ഖവിയ. ഒന്നാമത് ചോദിച്ച ചോദ്യം എന്താ? ഐന ബദുനുകൽ ഖവിയ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? മലക്ക് ചോദിക്കുകയാണ്, നീ ഇന്ന് നിശ്ചലമാണ്, നിന്റെ ശരീരങ്ങൾ അനക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഇന്നലെ വരെ നീ തേരാപാര നടന്നവനല്ലേ, എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഞ്ചരിച്ചവനല്ലേ. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കാലുകൊണ്ട് നീ നടന്നവളല്ലേ. അവസാന സമയം നിന്റെ തൊണ്ടയിലേക്ക് റൂഹിന്റെ വെപ്രാളം കടന്നു വരുമ്പോ നിന്റെ മുന്നിലിരിക്കുന്ന മാലാക ചോദിക്കുകയാ, നിന്റെ ആരോഗ്യം എവിടെ പോയി പെങ്ങളെ? ആ സമയത്ത് ആ മനുഷ്യനുണ്ടല്ലോ പരിഭ്രമിക്കുകയാ. അവിടുന്ന് ചോദിക്കുകയാണ്, വമാ അദ്അഫഹുൽ യൗം, ഇന്നേ ദിവസം നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ചലിപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. ഇന്നലെ രാവിലെ നീ ജിംനേഷ്യന് പോയവളല്ലേ, ശരീരത്ത് വണ്ണം കൂടി പോയി ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ ജിമ്മിലേക്ക് പോയവളല്ലേ, ഇന്ന് നിനക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ. ആരും കാണാതെ നിന്റെ ശരീരത്തെ നീ സുന്ദരമായി കൊണ്ടു നടന്നവളല്ലേ, ആ ശരീരത്തിനൊരു കേടുവരാതെ നിന്റെ മുഖത്ത് സൗന്ദര്യം വരുത്തിയവളല്ലേ. നിന്റെ ശരീരമൊന്ന് മെലിഞ്ഞു കാണാൻ, നിന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്റെ ശരീരത്തെ നീ ഒന്ന് വർണ്ണിക്കാൻ നീ തേരാപ്പാര നടന്നവളല്ലേ. ഇന്ന് നിന്റെ ശരീരത്തിന് എന്തു പറ്റിയെന്ന് മലക്ക് ചോദിക്കുകയാ. നീ 6 മണിക്ക് നടക്കാൻ പോയവളല്ലേ, ആ സമയത്തല്ലേ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹി നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചത്. സുബ്ഹി നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചത്. നടക്കാൻ നമ്മുടെ കൈകാലുകൾക്ക് ആരോഗ്യമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, അല്ലാഹുവിനൊന്ന് സുജൂദ് ചെയ്യാൻ ഈമാൻ അനുവദിക്കാത്ത ഉപ്പ, ആ മലക്ക് ചോദിക്കുന്നു, മനുഷ്യ, നിനക്ക് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ല, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? നിന്റെ ആരോഗ്യം എവിടെ പോയടാ? നീ വലിയ ബലമുള്ളവരാ, ഞാൻ ശക്തനാണെന്ന് 4 ആളുകളുടെ മുന്നിൽ പറഞ്ഞവനല്ലേ. നിന്റെ റൂഹ് നിന്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ മലക്ക് ചോദിക്കുന്നു, ഐന ബദനുകൽ ഖവിയ, നിന്റെ ആരോഗ്യം എവിടെയെന്ന് ചോദിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം, ഐന ബദുനുകൽ ഖവി, നിന്റെ ആരോഗ്യം എവിടെ പോയി? മരണാസന്ന സമയം, പലരുടെയും മരണം നമ്മൾ കണ്ടവരാ. ഒന്ന് ആലോചിച്ചു നോക്കേ, ആ മരണത്തിന്റെ സമയം ഒന്ന് അനങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് ചലിക്കാൻ കഴിയുന്നില്ല, ഒന്ന് കൈകൾ ഉയർത്താൻ കഴിയുന്നില്ല. അപകടം പറ്റിയിട്ടും മാസങ്ങളോളം ബെഡിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടവരല്ലേ. നമ്മൾ പറയും, ഉമ്മ ഒന്ന് എഴുന്നേൽക്കുമ്മ, ഇത് ഉമ്മയുടെ മകനല്ലേ വന്നിരിക്കുന്നത്, ഉമ്മ അതാ ചെറുമക്കളെല്ലാം ഇവിടെ വന്നിരിക്കുക, ഒന്ന് എഴുന്നേൽക്ക്. അവർക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവിങ്ങനെ വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരങ്ങൾക്ക് ചലിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു മരണത്തെ കുറിച്ച് ഓർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ഈ മഹനീയമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മലക്കിന്റെ ചോദ്യം തീർന്നില്ല. ഒന്നാമത്തെ മലക്കിന്റെ ചോദ്യം തീർന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, സഹാബാ, ആ മലക്ക് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്താ? ഐന ലിസാനുകൽ ഫസീഹ്. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്താ? നീ ഒരുപാട് വാചാലതയുള്ള മനുഷ്യനല്ലേ, ആരുടെ മുന്നിലും സംസാരിച്ച് ജയിക്കുന്നവനല്ലേടാ. നിന്റെ നാവിന്റെ ശേഷി എവിടെ പോയി? ഇന്ന് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ലല്ലോ. നിനക്ക് വെള്ളം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ വെള്ളം ചോദിക്കാൻ നിന്റെ നാവ് പൊങ്ങുന്നില്ല. നിന്റെ
നിന്റെ നാവിന്റെ ശേഷി എവിടെ പോയെന്ന് മലക്ക് ചോദിക്കുകയാ. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ നാവിന്റെ ശേഷി എവിടെ പോയി? സുബ്ഹാനല്ലാഹ്. എല്ലാ ശരീരവും ഈ ചോദ്യം അഭിമുഖീകരിക്കേണ്ടവരാണ്. എല്ലാ ശരീരവും ഈ ചോദ്യം അഭിമുഖീകരിക്കേണ്ടവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ നന്നാക്കണം. ഒരാളെ കുറിച്ചും മോശമായ വർത്തമാനം പറയല്ലേ, ഒരാളെ കുറിച്ചും ഗീബത്ത് പറയല്ലേ, ഒരാളെ കുറിച്ചും പരദൂഷണം പറയല്ലേ. ഒരാളെ കുറിച്ച് മോശമായി പറഞ്ഞ നാളെ അവസാന സമയമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ നന്നാക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ നന്നാക്കണം. നാവാണ് ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്ന ഒരു അവയവമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോകാൻ നാവിന് സാധിക്കുമെന്ന് ആദരവായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ രക്ഷപ്പെടാൻ, എനിക്ക് സ്വർഗം കിട്ടാൻ, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യനാകുന്ന അടിമയാകുന്ന ഞാൻ എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത്? അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത വാചകം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകം പറയാ, ലാ യുസാലു ലിസാനുക റതബൻ ബിദിക്രില്ലാഹ്. നിന്റെ ഊണിലും ഉറക്കത്തിലും ഉണ്ടല്ലോ, നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും അല്ലാഹ് എന്ന് പറയാൻ നീ തയ്യാറാണോ? നിന്റെ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ നീ തയ്യാറാണോ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ ദിക്ർ ചൊല്ലാൻ തയ്യാറാണോ? അല്ലാഹുവേ, മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറയാൻ നീ തയ്യാറാണോ? നിന്റെ നാവിനെ ദിക്ർ കൊണ്ട് നനപ്പിച്ചാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നീ പറഞ്ഞാ നിനക്ക് അല്ലാഹു വിജയം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, അടുക്കളയിലിരിക്കുമ്പോൾ മോശമായ വർത്തമാനങ്ങൾ പറയാതെ നിന്റെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ എടുത്തിട്ട് നിന്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് മറ്റൊരാളുടെ പരദൂഷണം പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ ആത്മാർത്ഥമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ ദുനിയാവിൽ നിന്നും നല്ലതുപോലെ മരിക്കുമെന്ന്, നിന്റെ ആഖിറം നന്നാവുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ദിക്ർ കൊണ്ട് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നാവിനെ നനപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് നമുക്ക് ഹദ്ദാദില്ലല്ലോ. ഇന്ന് നമുക്ക് ഹദ്ദാദുണ്ടോ? ഏതെങ്കിലും ഒരു ബിദ്അത്തിന്റെ ആള് കടന്നു വന്നിട്ട് ഹദ്ദാദ് ബിദ്അത്താണെന്ന് പറയുമ്പോ, ദിക്ർ മജ്ലിസിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോ, ഈമാൻ പണയം വെച്ച് കളഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു ഈമാനികമായി ഒരു കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. മഹത്തുക്കളായ ഇമാമിങ്ങൾ ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൊട്ടാരമായി, ഒരു സൗന്ദര്യമായി, ഒരു പൂന്തോട്ടമായി, ദുനിയാവിലെ സ്വർഗമായി നമുക്ക് പകർന്നു തന്ന ഒരു മജ്ലിസാണ് ഹദ്ദാദിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. ഒരുപാട് മഹത്വമുള്ള ദിക്റുകൾ ഖുർആനിലും ഹദീസിലും ഒക്കെ വാരിദായ അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് അവൻ ആ ദിക്റിനെ ആത്മാർത്ഥമായി പറഞ്ഞാൽ
മഹത്തുക്കളായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അവനെ വിഷമുള്ള ഒരു ജീവി കടിച്ചു കഴിഞ്ഞാൽ അവന് മരണം സംഭവിക്കുകയില്ല. അത്രത്തോളം മഹത്വമുള്ള ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അത് പറയാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം സഹാബാ, പക്ഷേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്നോട് ജാമ്യം നിൽക്കണം. സഹാബത്തിനോട് പറഞ്ഞു. ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, സഹാബാക്കളിൽ പ്രമുഖരുമുണ്ട്. അവരോടായി സഹാബാക്കളോടായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഞാൻ ജാമ്യം നിൽക്കാം, നിങ്ങൾക്ക് ഞാൻ നരകത്തിൽ നിന്ന് ഞാൻ ജാമ്യം നിൽക്കാം, പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് ജാമ്യം നിൽക്കണമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? രണ്ട് താടിയെല്ലുകളുടെ ഇടയിലുള്ള ഒരു അവയവമുണ്ടല്ലോ, രണ്ട് താടിയെല്ലുകളുടെ ഇടയിലുള്ള അവയവമുണ്ടല്ലോ, നാവെന്ന് പറയുന്ന അവയവമുണ്ടല്ലോ, ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ, ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിന് സാധിക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞ അവയവമേതാ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലുകൾക്കിടയിലുള്ള അവയവമുണ്ടല്ലോ, അള്ളാഹുവേ പടച്ചവനെ, ആ അവയവത്തെ നമ്മുടെ ഗുഹ്യസ്ഥാനത്ത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, മോശത്തരത്തിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മൾ സൂക്ഷിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ നന്നാക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ രണ്ടാമത്തെ മലക്ക് വന്ന് റൂഹ് പിടിക്കുമ്പോ ആ മരണവെപ്രാളത്തിൽ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായ അൻസാരിയായ ഒരു സഹാബി മരണാസന്ന സമയത്ത് കിടക്കുകയാണ്. ആ മരണാസന്ന കിടക്കയിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനെ കാണാൻ റസൂലുള്ളാഹി തങ്ങൾ ചെല്ലുകയാണ്. അന്നേരം അവിടെ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ട്. അസ്റായിലിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അസ്റായിൽ ഉർഹിക് ബിസ്സാഹിബി, ഇതെന്റെ കൂട്ടുകാരനാ, ഇതെന്റെ കൂട്ടുകാരനാ, അതുകൊണ്ട് അവന്റെ ആത്മാവിനെ നീ വേർപെടുത്തുമ്പോൾ മാന്യമായി ഒരു കൂട്ടുകാരനെ പോലെ അവന്റെ ആത്മാവിനെ നീ വേർപെടുത്തണേ എന്ന് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അവനോടൊന്ന് മയം കാണിക്കാൻ, അവന്റെ മരണത്തിന്റെ വെപ്രാളം കണ്ടിട്ട് റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ മരണവെപ്രാളത്തിന്റെ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്റായിലേ, ഇതെന്റെ കൂട്ടുകാരനാ, അവനോടൊന്ന് മയം കാണിക്കണം, അവനോടൊന്ന് മയം കാണിക്കണമെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മലക്കുൽ മൗത്ത് അസ്റായിൽ പറയുകയാണ്, ഫഇന്നീ ബികുല്ലി മുഅ്മിനിൻ റഫീഖാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനുണ്ടല്ലോ, മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ച മനുഷ്യനുണ്ടല്ലോ, നാവിനെ സൂക്ഷിച്ച മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, അവരുടെ ആത്മാവിനെ ഞാൻ വേർപെടുത്താൻ കടന്നു ചെല്ലുമ്പോ ഞാൻ നല്ല കൂട്ടുകാരനാണ് യാ റസൂലല്ലാഹ്, അവരോട് ഞാൻ ക്രൂരത കാണിക്കില്ല.
അവരോട് ഞാൻ ക്രൂരത കാണിക്കില്ല. ഞാൻ നല്ല കൂട്ടുകാരനായിട്ടാണ് അവന്റെ ആത്മാവിനെ വേർപെടുത്തുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്റായീൽ പറയുകയാണ്, അല്ലാഹുവേ അതുപോലെയുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മരണാസന്ന സമയത്ത് അസ്റായീലിനെ ഞങ്ങളുടെ കൂട്ടുകാരനാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നമ്മൾ സൂക്ഷിച്ചാൽ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നത് അസ്റായീല. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ ഞാൻ അവന്റെ ചാരത്ത് ചെന്നിരിക്കും, അവനെ ഞാൻ സമാധാനിപ്പിക്കും, അവന് ഞാൻ സാന്ത്വനത്തിന്റെ വർത്തമാനങ്ങൾ പറയും, അവന് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറഞ്ഞു കൊടുക്കും നബിയെ. അസ്റായീൽ പറയുന്നു, നബിയെ, മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിനെ മറക്കാതെ ദുനിയാവിൽ ജീവിച്ചവനാ, അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ് നബിയെ എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയുള്ള മരണം കിട്ടണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മരിക്കുന്നെങ്കിൽ അസ്റായീൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. നീ ദുനിയാവിലുള്ള ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അസ്റായീലിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുകയില്ല. നാവ് കൊണ്ട് ഒരു മോശമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ സാധിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയാത്തത്? പ്രിയപ്പെട്ടവരെ, 5 സമയങ്ങളിലും ഞാനും നിങ്ങളും ബാങ്ക് കേൾക്കുന്നവരല്ലേ? 5 സമയങ്ങളിൽ നമ്മൾ ബാങ്ക് കേൾക്കുന്നവരല്ലേ? ഇന്ന് ഇശാഇന്റെ ബാങ്ക് നമ്മൾ കേട്ടവരല്ലേ? മഗ്രിബിന്റെ ബാങ്ക് നമ്മൾ കേട്ടവരല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കേ. ആ സമയം നമ്മുടെ നാവ് കൊണ്ട് ദുനിയാവിന്റെ വർത്തമാനത്തിലായിരുന്നോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേ. ഉമ്മമാരൊന്ന് ചിന്തിച്ചു നോക്കേ. ആ സമയത്ത് നമ്മളെ ആരാണ് ഫോൺ വിളിച്ചത്? ആരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച പെങ്ങളെ, അനാവശ്യമായ വർത്തമാനം പറഞ്ഞ ഉപ്പാ, നിനക്ക് അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുമ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാതെ വരും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അത് വ്യക്തമായി സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്തിനാ അത്രയും നേരം നമ്മൾ സംസാരിച്ചില്ലേ? ചില ആളുകളുണ്ട്, കാരണവന്മാരുണ്ട്, നേരത്തെ പള്ളിയിലൊക്കെ വരും, ബാങ്ക് വിളിക്കുമ്പോഴായിരിക്കും പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് മോശമായ വർത്തമാനം പറയുന്നത്. ബാങ്ക് വിളിക്കാൻ മുഅദ്ദിനൊന്ന് താമസിച്ചു പോയി, അടുത്ത പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴാ പറയുന്നത്, മുഅദ്ദിനൊരു ജോലിയില്ല, വെറുതെ ശമ്പളം വാങ്ങിക്കുകയാ, ബാങ്ക് വിളിക്കാൻ ഇവിടെ കൃത്യസമയത്ത് ആളില്ല എന്നൊക്കെ പറയുന്നത് ബാങ്ക് വിളിക്കുന്ന സമയത്താണ്. അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ലത്. ഒന്ന് ആലോചിച്ചു നോക്കെ. ആ സമയം ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ റബ്ബിന്റെ നാമം ഒന്ന് പറയാൻ അല്ലാഹുവിതാ എനിക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഇന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് വിളിക്കാൻ വന്നില്ല. അല്ലാഹുവിന് എന്റെ സ്വരം ഒന്ന് കേൾക്കാൻ, എന്റെ നാവിലൂടെ അല്ലാഹ് എന്നൊന്ന് പറയുന്നത് എന്റെ റബ്ബിന് കേൾക്കാൻ ഇഷ്ടമായി. അതുകൊണ്ട് ഞാനൊന്ന് ബാങ്ക് വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിൽ എത്ര ആളുകളാണ് ബാങ്ക് വിളിച്ചത്? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുണ്ടോ?
60-70 വയസ്സ് കഴിഞ്ഞു. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് ഒരു മുഅ്മിനായ മനുഷ്യനെ ക്ഷണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരോട് ചോദിക്കണം, ഉസ്താദേ, ഞാൻ ഇന്നൊന്ന് ബാങ്ക് വിളിച്ചോട്ടെ, എന്റെ കൊതിയ, എന്റെ ആഗ്രഹമാണ്. ബിലാൽ തങ്ങളെ വിളിച്ചില്ലോ, ആ ബിലാലിനെ പോലെ ഒരു നേരമെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കാൻ എനിക്കൊരു കൊതിയുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ റബ്ബിന്റെ നാമം പറയാൻ. ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് ആരാണോ ബാങ്ക് വിളിക്കുന്നത്, ആ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ ബാങ്കിന്റെ ആ ശബ്ദം ഏതെല്ലാം സ്ഥലം വരെ എത്തുമോ, ആരെല്ലാം കേൾക്കുമോ, അവരെല്ലാം ആ മനുഷ്യന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം നൽകുന്നത് ആരാ? അല്ലാഹുവിന്റെ മാലാഖമാരാണല്ലോ. ആ മാലാഖമാർ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ചിട്ട് ഒരു സമയമെങ്കിലും ബാങ്ക് വിളിക്കാൻ കടന്നു വരണേ ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ടവരെ, സുബഹി നിസ്കാരത്തിന്റെ ബാങ്കുണ്ടല്ലോ. എത്ര നാളായി നമ്മൾ സുബഹി ഒന്ന് ജമാഅത്തിൽ പങ്കെടുത്തിട്ട്, എത്ര നാളായി ഒന്ന് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിട്ട്. ഇനി എത്ര കാലമാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്? അല്ലാഹുവേ, ഇനി എപ്പോഴാണ് മരണത്തിന്റെ മാലാഖ കടന്നു വരുന്നതെന്ന് പറയാൻ കഴിയോ? അതിനു മുന്നേ അല്ലാഹുവിന്റെ നാമം ഒന്ന് പറയാൻ സുബഹി നിസ്കാരത്തിന്റെ സമയമുണ്ടല്ലോ. അസ്സലാത്തു ഖൈറും മിനന്നൗം. രാത്രിയുടെ നിശബ്ദതയുണ്ടല്ലോ, എല്ലാവരും മൗനമാകുന്ന, എല്ലാവരും ഒന്ന് ഉറങ്ങാൻ കൊതിക്കുന്ന സമയമുണ്ടല്ലോ. കുറച്ചുകൂടി ഒന്ന് കിടക്കാം, എന്തൊരു സുഖമാണ്, ശരീരത്തിന് വല്ലാത്ത അനുഭൂതിയാണ്. തന്റെ പ്രിയതമയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന ചെറുപ്പക്കാരാ, ആ സുബഹി നിസ്കാരത്തിന്റെ ബാങ്കുണ്ടല്ലോ, സുബഹി നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന ബാങ്കുണ്ടല്ലോ, എന്താ പറയുന്നതെന്നറിയോ? ആ വാചകത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടുന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുകയാ, അസ്സലാത്തു ഖൈറും മിനന്നൗം. അല്ലയോ ചെറുപ്പക്കാരെ, അല്ലയോ ചെറുപ്പക്കാരെ, നിന്റെ ഉറക്കത്തിനേക്കാൾ ഹൈറാടാ ചെറുപ്പക്കാരാ നിസ്കാരമുണ്ടല്ലോ, സുബഹി സമയമുണ്ടല്ലോ, ഉറങ്ങുന്നതിനേക്കാൾ ഹൈറാ. അതുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരാൻ പറയുകയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇന്ന് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യൂ ഇൻഷാ അല്ലാഹ്. ഒന്ന് കൈ ഉയർത്തിയേ. ഇന്ന് തീരുമാനമെടുക്കും, ഉറച്ച തീരുമാനമാണ്. ഇന്ന് മുതൽ ഞാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കൈവക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കാരത്തിന് എല്ലാവരും പള്ളിയിലുണ്ടാവും. എല്ലാവരും പള്ളിയിലുണ്ടാവും. പുരുഷന്മാരാകുന്ന, പിതാക്കന്മാരാകുന്ന നമ്മൾ പള്ളിയിൽ പോകണം. നമുക്ക് നിസ്കാരമില്ല, എന്നിട്ട് പള്ളിയിൽ ഉസ്താദിന്റെ എന്ന് പറയും, ഉസ്താദേ, എന്റെ മോൻ നിസ്കരിക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയും. ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, ആ മുത്തഅല്ലിമീങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവേ, അവരുടെ മാതാവും പിതാവും എത്ര ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ്. ഇവരെ പ്രായമുള്ള മക്കൾ രാത്രിയാമങ്ങളിൽ കഞ്ചാവിനും MDMA-ക്കും ഒക്കെ അടിമപ്പെട്ടിട്ട് ഉമ്മയും സഹോദരിയും തിരിച്ചറിയാതെ ലഹരി നഷ്ടമായി തന്റെ വിരിപ്പിൽ വന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ വാപ്പയും ഉമ്മയും ഒരു ക്രൂരനെ പോലെ കണ്ടിട്ട് വാപ്പയ്ക്കുള്ള മഹത്വം കൊടുക്കാതെ, ഉമ്മയ്ക്കുള്ള മഹത്വം കൊടുക്കാതെ കിടന്നുറങ്ങുമ്പോൾ സുബഹി നിസ്കാരമില്ല, ഖുർആൻ ഓതലുകളില്ല. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഈ മുത്തഅല്ലിമീങ്ങളാകുന്ന പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ 3 മണിക്ക് എഴുന്നേൽക്കുകയാണ്. അവരുടെ ജീവിതം അങ്ങനെയാ. 3 മണിക്ക് എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന അല്ലാഹുവേ ഓർമ്മശക്തി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വെള്ളം തന്ന പാവപ്പെട്ടവരായ സഹോദരങ്ങൾ, അവരെ നീ രക്ഷിക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നോമന മക്കളാണ് മുത്തഅല്ലിമീങ്ങൾ. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനെ ഒരു സന്താനം നമുക്ക് വേണ്ടേ? അങ്ങനെ ഒരു സന്താനം നമുക്ക് വേണ്ടേ? ഒന്ന് ആലോചിച്ചു നോക്കേ. 3ഉം 4ഉം മക്കളായി, അതിൽ ഒരാളെ ആലിമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിൽ ഒരാളെ ഹാഫിളാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുമ്മമാരെ, തീരുമാനമെടുക്ക്. എന്റെ പഠിക്കുന്ന നല്ല മകൻ, നല്ല ഓർമ്മശക്തിയുള്ള മകനെ ഞാൻ ഒരു ഹാഫിളാക്കും. അല്ലാഹുവേ, ഹാഫിളായ മകനെ ഹാഫിളാക്കിയ മാതാപിതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ഞാൻ സന്ദർഭോചിതമായൊന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, നാളെ മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന മഹ്ശറയിൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ, അവിടെ ആണുണ്ട് പെണ്ണുണ്ട് എല്ലാവരും ഇങ്ങനെ നിരന്നു നിൽക്കുകയാ. അന്നേരമതാ സൂര്യനേക്കാൾ പ്രകാശമുള്ള ഒരു കിരീടധാരിയായ ഒരു ആണും പെണ്ണും നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോവുകയാ. നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോവുകയാ. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇത് പ്രവാചകനാണോ? ഇത് പ്രവാചകനാണോ? ഏത് പ്രവാചകനാ? എന്നാൽ മനസ്സിലാക്കണേ ഉമ്മ, അതൊരു പ്രവാചകനുമല്ല. ഈ ചിരട്ടക്കുന്നിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, അതിൽ ഒരു ഭാഗ്യം നിനക്ക് വേണോ? നിന്റെ തലയിൽ പ്രകാശത്തിന്റെ കിരീടം വെക്കണോ? അല്ലാഹുവേ, അത് ഏത് മാതാവാ, ഏത് പിതാവാണെന്നറിയോ? തന്റെ മകനെയോ മകളെയോ ഹാഫിളാക്കിയാൽ വിശുദ്ധമായ ഖുർആൻ അവന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്ത അല്ലാഹുവേ, പ്രകാശധാരിയായി ആ മനുഷ്യൻ ഇങ്ങനെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, മഴയ്ക്ക് പോലും ഇങ്ങനെ താങ്ങാൻ കഴിയാതെ പെയ്തു പോവുകയാ. ഹാഫിളീങ്ങളുടെ മഹത്വമാ. അവരുടെ നാമം പറഞ്ഞപ്പോൾ റഹ്മത്തിന്റെ മഴ ഇങ്ങനെ പെയ്യുകയാ. ഇൽമിന് വലിയ മഹത്വമാ, ഇൽമിന് വലിയ മഹത്വമാ. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, സഹബാ കുന്ന ആലിമാ ഔ മുതഅല്ലിമാ ഔ മുസ്തമിആ ഔ മുഹിബ്ബാ വലാ തകുൻ ഖാമിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? സഹാബത്തെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ആലിമാകാൻ കഴിയുമോ? വിശുദ്ധമായ ഖുർആൻ നിന്നെ കൊണ്ട് പഠിക്കാൻ കഴിയുമോ? വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥമൊന്ന് പഠിക്കാൻ നിനക്ക് സാധിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളൊരു ആലിമാകണം. നിങ്ങൾ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമാകണം. ഔ മുതഅല്ലിമാ, നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യനാകണം. പ്രായമൊന്നിനും ഒരു പരിഹാരമല്ല, പ്രായമൊന്നിനും ഒരു തടസ്സമല്ല. പ്രിയപ്പെട്ട 60-70 വയസ്സ് കഴിഞ്ഞ ഉമ്മ, ഖുർആൻ ഓതാൻ അറിയില്ലെന്ന് പറയുന്നവരെ, ഇന്ന് ഖുർആൻ പഠിക്കാൻ എളുപ്പമാണല്ലോ. ഇന്ന് യൂട്യൂബിന്റെ മേഖലയാണല്ലോ. നീ യൂട്യൂബിൽ റീൽസ് ഇടുമ്പോൾ, നിന്റെ യൂട്യൂബിൽ റീൽസ് ഇടുമ്പോ, സിനിമാ ഗാനത്തിന് നീ ചുവട് വെക്കുമ്പോ, നിന്റെ മക്കളെ കൊണ്ട് സിനിമാ ഗാനത്തിന് ചുവട് വെപ്പിക്കുമ്പോ, നീ വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം. യൂട്യൂബിലൊന്ന് നോക്കിയാൽ എത്രയോ കാര്യങ്ങളുടെ ഓതൽ കേൾക്കാം. ഖുർആൻ തന്നെ എത്ര മാധുര്യമാ. ഖുർആൻ ഓതൽ കേൾക്കാൻ തന്നെ മാധുര്യമാണല്ലോ. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മുതഅല്ലിമാകണം. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു, ഔ മുഹിബ്ബാ, നീ ഖുർആനിന്റെ വാഹകരെ സ്നേഹിക്കുന്നവരാകണം.
നിന്റെ പള്ളിയിലെ ഇമാമുണ്ടല്ലോ, ആ ഇമാമിനെ കുറ്റം പറയാതെ ഖുർആൻ പഠിച്ച 9, 10, 11 വർഷവും വിശുദ്ധമായ ഖുർആൻ പഠിച്ച അല്ലാഹുവേ, നിനക്ക് ഇമാമത്തിന് നേതൃത്വം നൽകുന്ന നിന്റെ ഇമാമുണ്ടല്ലോ, നീ ഒന്ന് കടന്നു ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കരങ്ങൾ പിടിച്ചിട്ട്, ഉസ്താദേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാകണം. പിന്നെയോ ഇതുപോലെ ഇൽമിന്റെ സദസ്സുകളിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയവരാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഈ കോരിച്ചൊരിയുന്ന മഴയുണ്ടല്ലോ, ഈ മഴയത്തും എന്നെ കേൾക്കാൻ, ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കാൻ അല്ലാഹുവേ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അത് നിങ്ങളെ ഇൽമിനെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അങ്ങനെ നിങ്ങളെ ഇൽമിനെ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വലാ തകുൻ ഖാമിസാ, ഈ 4 വിഭാഗമല്ലാതെ ഒരു വിഭാഗത്തിൽ പെട്ടുപോകല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5ാമത്തെ വിഭാഗമാകരുത്, 4 വിഭാഗമാകണം. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് മക്കളെ നിസ്കരിപ്പിക്കാൻ, ഇൽമ പഠിപ്പിക്കാൻ, അദബ് പഠിപ്പിക്കാൻ ബാധ്യസ്ഥർ പിതാവാണ്. വല്ലാഹി നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ചില പിതാക്കന്മാരും മാതാക്കന്മാരും തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കും. മക്കളുടെ വിഷയത്തിൽ 5 വക്കത്ത് നിസ്കാരമുള്ള വാപ്പയായിരിക്കും, 5 വക്കത്തുള്ള നിസ്കാരമുള്ള വാപ്പയായിരിക്കും, സദക്ക ചെയ്യുന്ന മനുഷ്യനായിരിക്കും. പക്ഷേ ആ വാപ്പ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ സുബഹി നിസ്കാരത്തിന് വേണ്ടി പ്രായമുള്ള ഉപ്പയാണ്, ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ഉപ്പയാ, അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് വേച്ച് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്ന് നിസ്കരിക്കുന്ന വാപ്പയാ. പക്ഷേ എന്തെന്ന് പറയട്ടെ, ആ വാപ്പയുടെ ആരോഗ്യമുള്ള മകനുണ്ടല്ലോ, ആ വാപ്പയുടെ ആരോഗ്യമുള്ള മകനുണ്ടല്ലോ, അവനിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിനെ മറന്നുപോയ ജീവിതമാ. വാപ്പാ, നീ നിസ്കരിക്കുമ്പോൾ ആ മകനെ വിളിക്കാതെ നീ പള്ളിയിലേക്ക് കടന്നു വന്നാൽ വല്ലാഹി നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. അല്ലാഹുവേ, നിങ്ങൾ ചെലവ് കൊടുക്കുന്ന മക്കളുണ്ടല്ലോ ഉമ്മ, നിങ്ങൾ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന, ആരും കുറ്റം പറയാതെ ഒരു കോഴിയുണ്ടല്ലോ, അതിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ കൊണ്ട് നടക്കുന്ന ഉമ്മ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ മോഡേൺ ആണല്ലോ, ശരീരത്തിന്റെ അവയവങ്ങൾ തുറന്നിട്ട് നടക്കുകയാണല്ലോ. വല്ലാഹി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് ചില മക്കള് പറയുകയാ, അല്ലാഹുവേ, ഈ മഹ്ശറിന്റെ ചൂടെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ, അതുകൊണ്ട് എന്റെ വാപ്പയുടെ നെഞ്ചൊന്ന് വിരിച്ചതാ അല്ലാ, എന്റെ ഉമ്മയുടെ നെഞ്ചൊന്ന് വിരിച്ചതാ അല്ലാ. അതിന്റെ മുന്നിൽ ആ മകനിങ്ങനെ നിൽക്കുകയാ, ആ മകളങ്ങനെ നിൽക്കുകയാ. അതുകൊണ്ട് മക്കളെ നന്നാക്കണേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. ഇന്ന് കാലം മോശമാ അല്ലാഹുവേ, ലഹരിക്കടിമപ്പെട്ടു പോയ മക്കളാ, മാതാവിനെ തിരിച്ചറിയാതെ, പിതാവിനെ തിരിച്ചറിയാതെ അല്ലാഹുവേ, മാതാവിനെയും പിതാവിനെയും ക്രൂരമായി കൊന്നുകളയുന്ന മക്കളാ. അവിടെ മാതാവിന് വിലയില്ല, അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ലഹരിയാ. അല്ലാഹുവേ, ബാംഗ്ലൂരുമൊക്കെ പഠിക്കുന്ന പെൺമക്കളുണ്ടല്ലോ, അവരെ കുറിച്ചൊന്ന് വിശകലനം നടത്തിക്കഴിഞ്ഞാൽ രാത്രിയുടെ യാമങ്ങളിലുണ്ടല്ലോ, നിങ്ങൾ പഠിക്കുകയാണെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ പെൺമക്കളുണ്ടല്ലോ, നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ആൺമക്കളുണ്ടല്ലോ, രാത്രിയുടെ യാമങ്ങളിൽ അന്യപുരുഷനുമായി നടന്നു പോവുകയാണ്, ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാ. അല്ലാഹുവേ, ശരീരത്തെ അവന് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുകയാണ്.
കൊടുക്കുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങൾ തുറന്നു കാണിച്ചു കൊടുക്കുകയാ. വല്ലാഹി പെൺമക്കളെയും ആൺമക്കളെയും സ്വാലിഹീങ്ങളാക്കാൻ പരിശ്രമിക്കാത്ത മാതാപിതാക്കളെ, നാളെ ഈ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് എതിരായി സംസാരിച്ചു കൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് മക്കളെ ഇൽമ പഠിപ്പിക്കുക, നിസ്കാരമുള്ള മക്കളാക്കുക. അതിന് ആദ്യം വേണ്ടത് നമുക്ക് നിസ്കാരം ഉണ്ടാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമത്തെ മലക്ക് വന്ന 5 മലക്കുകളെ കടന്നു വരുമെന്നാ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ മാലാഖ കടന്നു വരികയാ. മരണാസന്ന സമയത്ത് രണ്ടാമത്തെ മാലാഖ കടന്നു വരുന്നു. ഉപ്പാ, ആ മാലാഖ വന്നിട്ട് ചോദിക്കുകയാണ്, വയഹ്തിഹിൽ മലക്കുസ്സാനി ഇദാ ഖുബില റൂഹഹു വനുശ്റ അലൈഹിൽ കഫനു. രണ്ടാമത്തെ മാലാഖ കടന്നു വരുന്നത് അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോഴാണ്. ശരീരമാകുന്ന അവൻ ഇത്രയും നാള് ആത്മാവിനെ വഹിച്ച ശരീരമുണ്ടല്ലോ, അതിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ രണ്ടാമത്തെ മാലാഖ കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ആ മാലാഖ അവന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. അവനെ മയ്യത്ത് കുളിപ്പിച്ചു. ആ മയ്യത്തിന് അവസാനമായി കൊടുക്കുന്ന 3 വെള്ളത്തുണി കഷ്ണമുണ്ടല്ലോ. ആര് മരിച്ചാലും, ഏത് പ്രമാണിയാണെങ്കിലും ഇനി ഏത് രാജാവാണെങ്കിലും അവസാനമായി ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് 3 തുണി വെള്ള കഷ്ണം മാത്രമാ. ഒന്ന് കണ്ടു നോക്കേ, ആ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കേ. നിങ്ങൾ നാളെ മയ്യത്തായ നിങ്ങളുടെ സ്വന്തമായ ഭവനമുണ്ടല്ലോ, ആ ഭവനത്തിൽ ഒരു ശരീരം മറ്റുപോയ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാ. മയ്യത്തായി മയ്യത്ത് കുളിപ്പിച്ചോ. നിങ്ങൾ സലാം പറഞ്ഞ നിങ്ങളുടെ ഉസ്താദ് നിങ്ങളുടെ ചാരത്തുണ്ട്. നിങ്ങളുടെ വേർപാടറിഞ്ഞ് നിങ്ങളെ കാണാൻ വേണ്ടി പലരും നിങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കരയുകയാണ്, ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ആ മനുഷ്യന് അവസാനമായി കൊടുക്കുന്നത് 3 തുണി വെള്ള കഷ്ണം മാത്രമാണ്. അല്ലാഹുവേ, ആ സമയത്താണ് രണ്ടാമത്തെ മാലാഖ കടന്നു വരുന്നത്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടുന്ന് ആ മാലാഖ ചോദിക്കുകയാ, ഐനമാ അഅദദത മിനൽ ഗിനാലിൽ ഫിഖർ. നിന്റെ ദാരിദ്ര്യത്തിന് വേണ്ടി നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ എന്താണ് മോളെ ചെലവഴിച്ചത്? എത്ര വലിയ ചോദ്യമാ, ഏറെ ചിന്തിപ്പിക്കുന്ന ചോദ്യമാ. അവിടുന്ന് ചോദിക്കുകയാ, നിന്റെ ദാരിദ്ര്യത്തിന് വേണ്ടി. നിന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഭവനമുണ്ടല്ലോ, ആ ഭവനം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ ബർസഖിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോ അവിടെ നിനക്ക് വിശക്കുമല്ലോ, അവിടെ നിനക്ക് ഭക്ഷണം വേണമല്ലോ, ആ സമയത്ത് നിനക്ക് ദാഹിക്കുമല്ലോ, ആ ഖബറിൽ നിനക്ക് വെള്ളം വേണമല്ലോ. ഉമ്മാ, അതിനു വേണ്ടി നിന്റെ ദുനിയാവിന്റെ സമ്പത്തിൽ നിന്ന് നീ എന്താണ് മാറ്റിവെച്ചതെന്ന് ആ മലക്ക് ചോദിക്കുകയാ. ഒന്ന് ആലോചിച്ചു നോക്കേ. പള്ളിയുടെ സഹായത്തിന് വേണ്ടി നിന്റെ മുന്നിലേക്ക് അതാ ചില ആളുകൾ കടന്നു വന്നല്ലോ. നിനക്കൊരു 10 രൂപ കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ നിന്റെ ഈമാൻ അനുവദിച്ചില്ല ഉമ്മാ. നീ കൊടുക്കാതിരുന്ന നിന്റെ ഖബറിലെ വേദനയുള്ള അദാബാണെന്ന് ആ മലക്ക് നിന്നെ ഓർമ്മപ്പെടുത്തുകയാ. ആ മലക്ക് പറയുകയാ, മോനെ, നീ അവസാനമായി കൊണ്ടുപോകുന്നതെന്താ? നിനക്ക് ആർഭാടകരമായ വീടുണ്ടായിരുന്നല്ലോ, ആർഭാടകരമായ വാഹനമുണ്ടായിരുന്നല്ലോ, നിനക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ. നീ തേച്ച വസ്ത്രമല്ലാതെ നീ ധരിക്കില്ലായിരുന്നല്ലോ.
നീ കോട്ടന്റെ തുണി ധരിച്ചവനല്ലേ, നീ കൂടിയ വസ്ത്രം ധരിച്ചവളല്ലേ, 3000-ഉം 4000-ഉം വിലയുള്ള വസ്ത്രത്തിലേക്ക് നിന്നെ കണ്ണുപോയതല്ലേ. ഇന്ന് കൊണ്ടുപോകുന്ന തുണി എന്താ? മീറ്ററിന് 80 രൂപ മാത്രമുള്ള, മീറ്ററിന് 80 രൂപ മാത്രമുള്ള 3 തുണി വെള്ളക്കഷ്ടമാണുമ്മ. അവസാനമായി നിനക്ക് തരുന്നത്, നിനക്ക് 100 ഗ്രാം സ്വർണമുണ്ടായിരുന്നു. ഇതെല്ലാം നീ ബാക്കിയാക്കി ദുനിയാവിന്റെ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയമാ. നിന്നെ കൊണ്ടുപോകാൻ അവസാനം ഒരു വണ്ടി ഇതാ നിന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അവസാനം നീ കയറേണ്ട വാഹനം, ഞാനും നിങ്ങളും അവസാനമായി കയറേണ്ട വാഹനം. അല്ലാഹുവേ, ഒരു കാറിൽ കയറുമ്പോൾ AC ഒന്ന് കുറഞ്ഞു പോയാ എന്തൊരു ചൂടാണ്, വല്ലാത്ത ചൂടാണെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, അവസാനം നമ്മൾ കയറാനുള്ള ഒരു വാഹനമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നവരല്ലേ. ആ പള്ളിയുടെ പിന്നാമ്പുറത്ത്, പള്ളിയുടെ പുറം പള്ളിയുടെ ഭാഗത്ത് നിന്നെ കൊണ്ടുപോകാൻ ഒരു വാഹനമുണ്ട് ഉപ്പാ. അത് മറന്നു പോകല്ലേ. അല്ലാഹുവേ, ഒന്ന് ചിന്തിച്ചു നോക്കേ. മയ്യത്തായി നാളെ മയ്യത്തായാൽ, ഈ നിമിഷം മയ്യത്തായാ, ഏതാനും സമയം കഴിഞ്ഞാ ആ വാഹനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാ. ആ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് ആരെയെന്നറിയോ? ചലനമറ്റ ശരീരമാണുമ്മോ. ഒന്നുറക്ക വേദന പറയാ, ഒന്നുറക്കെ ഒന്ന് കരയാ, അവസ്ഥകളൊന്ന് പറയാ. നാവിന് ശേഷിയില്ല ഉമ്മ, നാവിന് ശേഷിയില്ല ഉമ്മ. അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് നിന്റെ ജീവിതം നന്നാക്കണേ. ഇനിയുള്ള ജീവിതമൊന്ന് നന്നാക്കണേ, ഇനിയുള്ള ജീവിതമൊന്ന് നന്നാക്കണേ. മോളെ, സുബഹി നിസ്കരിക്കണേ. കേവലം ഇതൊരു പ്രഭാഷണത്തിന്റെ ലാഘവത്തിലെടുക്കല്ലേ. ഇമ്പമാർന്ന ശൈലിയിൽ കേട്ട് ഇവിടെ കളഞ്ഞിട്ട് പോകല്ലേ. നിന്റെ ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ നീ ഇതിനെ കളയല്ലേ. സുബഹി നിസ്കരിക്കണേ, ളുഹർ നിസ്കരിക്കണേ, ഇശാ നിസ്കരിക്കണേ. അല്ലാഹുവിന് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങളും അല്ലാഹുവിന് ഇഷ്ടമുള്ള അടിമകളാണോ? അല്ലാഹു നിസ്കരിക്കാൻ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സമ്പത്ത് തന്നത് അല്ലാഹുവാണ്, ആരോഗ്യം തന്നത് അല്ലാഹുവാണ്, നിനക്ക് 3-4 വാഹനം തന്നത് അല്ലാഹുവാ. ആ അല്ലാഹു നിന്നെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൻഫിഖൂ ഫീ സബീലില്ലാഹ്. ഈ ചിരട്ടക്കുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടായി അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണേ. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലിക. നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ വീഴ്ത്തല്ലേ, നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളെ കരങ്ങളെ വീഴ്ത്തല്ലേ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅഹ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യണേ. നിന്റെ മുന്നിൽ വെള്ളിയാഴ്ച ദിവസം യാചകനായ ഒരു മനുഷ്യൻ നിന്നു, 2 കാലില്ല, ക്യാൻസർ ആണെന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു. ആ മനുഷ്യൻ നിന്നെ കാണാതിരിക്കാൻ പുറം പള്ളിയുടെ പിന്നാമ്പുറത്തു കൂടി കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് സമ്പത്തുണ്ടായിട്ട് ആ മനുഷ്യന്റെ വേദന കാണാതെ പോയാ, അങ്ങനെയുള്ള മനുഷ്യരെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. വഅഹ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യണേ. വഅഹ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരെയാ? നന്മ ചെയ്യുന്ന മനുഷ്യനെയാ. അല്ലാഹുവേ, സാധുക്കളെ സഹായിക്കുന്ന കൂട്ടായ്മകളുണ്ടല്ലോ, വിശപ്പിനെ മാറ്റാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന നല്ലവരായ സംഘടനകളുണ്ടല്ലോ, അവര് വന്ന് നിങ്ങളോട് ചോദിച്ചാ അത് നിങ്ങൾ കൊടുക്കണേ. ഒരു മനുഷ്യന്റെ വിശപ്പ് മാറ്റണേ. അല്ലാഹു തന്ന സമ്പത്തല്ലേ, ആ സമ്പത്തിനെ അല്ലാഹു ചോദ്യം ചെയ്യുകയാണ്. അല്ലാഹു
മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ക്യാൻസർ രോഗിയെ കുറിച്ച് പള്ളിയിലെ ഉസ്താദ് പറയും, എത്രയോ ആളുകളാണ് ഉസ്താദ് ഇതൊക്കെ കള്ളമാ, അങ്ങനെ പറയല്ലേ, നിനക്ക് ആ മനുഷ്യന്റെ അവസ്ഥ അറിയില്ലല്ലോ. ചില ആളുകളെ യാചിച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ ഉസ്താദ് പറയും, വെള്ളിയാഴ്ചകളിൽ പ്രസംഗത്തിന്റെ ഇടയിൽ പറയും, ഇന്ന് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ക്യാൻസർ രോഗമാണ്, മാരകമായ രോഗമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ഇതൊക്കെ കള്ളമാ, ഇങ്ങനെ ഒരു രോഗമില്ല. വല്ലാഹി നമുക്കൊരു മനുഷ്യന്റെ അവസ്ഥ അറിയാൻ കഴിയുമോ? എനിക്ക് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയം മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ നല്ല മനുഷ്യൻ ഞാനായിരുന്നു. അതുകൊണ്ട് ഒരാളെയും കുറ്റം പറയല്ലേ, ഒരാളെയും വേദനിപ്പിക്കുന്ന വർത്തമാനം പറയല്ലേ. നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കമാന്നൊരക്ഷരം നീ മിണ്ടരുത്. റബ്ബിനോട് ആ മനുഷ്യൻ നിനക്ക് വേണ്ടി എതിരായി ദുആ ചെയ്ത അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മാരകമായൊരു രോഗം നമ്മളിലേക്ക് കടന്നു വന്നാലോ? ഇന്നെല്ലാമുണ്ട് അല്ലാഹുവേ. മാരകമായ ഈ രോഗം വന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റി ഇന്നും കിടപ്പിലായി. അവൻ നേടിയെടുത്ത സമ്പത്ത് മക്കൾ ഹറാമിലേക്ക് ചെലവഴിക്കുന്നു. അവനൊന്ന് പറയാൻ പോലും കഴിയുന്നില്ല. നാവ് ഉയർത്തിയിട്ട്, മക്കളെ ഈ വാപ്പയുടെ മരണാസന്ന സമയമൊക്കെ ആയി, ഈ വാപ്പയ്ക്ക് വേണ്ടി നല്ലതൊക്കെ ചെയ്യണേ എന്ന് പറയാൻ ആ വാപ്പയ്ക്ക് കഴിയുന്നില്ല. മക്കള് ദൂർത്തടിക്കുന്നു, ഹറാമ് ചെയ്യുന്നു. നാളെ ഇതിന്റെ ശിക്ഷയും ആ വാപ്പയ്ക്കാണ്. അതുകൊണ്ട് നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് സ്വത്തുണ്ടാകും, കോടിക്കണക്കിന് ആസ്തി ഉണ്ടാകും, ജീവിതത്തിൽ ഒരു ഹജ്ജ് പോലും ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തവർ അല്ലേ? നമ്മൾ നോക്കാൻ നേരത്ത് നമ്മുടെ നാട്ടിൽ കൂലിപ്പണിക്കാരനായിരിക്കുന്ന ഖാദറാക്ക 4 മക്കളെയും കെട്ടിച്ച് 3 മക്കളെയും കെട്ടിച്ച് ഉള്ളതെല്ലാം വിറ്റ്, പക്ഷേ എന്നാലും അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടി ഹജ്ജ് ചെയ്യാൻ. വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യം. അതുകൊണ്ട് എന്തിനാണ് സമ്പത്ത്? അവസാനം 3 കഷ്ണം വെള്ളത്തുണിയിൽ മാത്രം ബാക്കിയാക്കി നമ്മളെ കൊണ്ടുപോകും. ഇഷ്ടമുള്ള അത്ര ചോദിക്കാൻ പറ്റുമോ? വാപ്പ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വില കൂടിയ അത്ര അതേ വാപ്പ പുറത്തോട്ട് പോയ അടിക്കത്തുള്ളൂ. കോബ്ര അതും എടുക്കും, പറയാൻ പറ്റുമോ? അവസാനം തരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ മണമുള്ള മയ്യത്തിന്റെ അത്ര അവസാനം തരുന്നത് മയ്യത്തിന്റെ അത്ര. ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ, നല്ല മരണം തരട്ടെ. അതുകൊണ്ട് എന്തിനാണ് വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ചില ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, വേദനയാണ്. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വേദനയാണ്. ആവശ്യത്തിലധികം സമ്പത്തുണ്ട്, ആവശ്യത്തിലധികം സമ്പത്ത് പടച്ചവൻ കൊടുത്തു. അവന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ടവൻ, അവനാകെ 3 സെന്റ് വസ്തു മാത്രമേ ഉള്ളൂ. അവന് നടവഴി മാത്രമാണ്. അവിടെ പ്രായമുള്ള, പ്രയാസമുള്ള, രോഗമുള്ള ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവൻ ചുമന്നുകൊണ്ട് റോഡിലേക്ക് കൊണ്ടുപോകണം. ഈ പ്രമാണിയായ മനുഷ്യൻ ഇതൊക്കെ കാണുന്നുണ്ട്. 1 സെന്റ് വിട്ടു കൊടുക്കില്ലല്ലോ. 1 സെന്റ് വസ്തു ആ പാവപ്പെട്ട മനുഷ്യനെ വിട്ടുകൊടുക്കില്ലല്ലോ. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണ്ടേ? വഴി കൊടുക്കാത്തവനെ, വഴി തടയുന്നവനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുകയാണ്. വഴിയിലുള്ള ബുദ്ധിമുട്ടിനെ മാറ്റുന്നവൻ മുഅ്മിനായ മനുഷ്യനാണെന്ന് ആദരവായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ വഴിയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നവനും അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല. അവൻ എത്ര വഖത്ത് കൃത്യമായി നിസ്കരിച്ചാലും അല്ലാഹുക്ക് വേണ്ട. അല്ലാഹു ഈമാൻ സലാമത്തിലാക്കട്ടെ, അല്ലാഹു ഈമാൻ സലാമത്തിലാക്കട്ടെ. അങ്ങനെ ആ മലക്ക് ആ മനുഷ്യനോട് ചോദിച്ചു, ആ മനുഷ്യനോട് ചോദിച്ച 2ാമത്തെ ചോദ്യമാണ്, നിന്റെ ദാരിദ്ര്യത്തിലേക്ക് നീ എന്താണ് ചെലവഴിച്ചത്?